ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു കംപ്ലീറ്റ് ഡേ ആണ് കാണിക്കുന്നത്. Our hearts beat to the city streets. We began to feel the fire. ഇന്ന് എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്തിട്ട് കൊറിയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് ഫ്രെയിമും പിന്നെ പ്രിൻ്റ് ചെയ്തതും എല്ലാം ഇന്നലെ തന്നെ പോയി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഇരുന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നലെ തന്നെ പ്രിൻ്റ് ചെയ്തത്. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നിനി അതൊക്കെ ചെയ്തിട്ട് ഇന്ന് തന്നെ കൊറിയർ ചെയ്യും വേണം. അപ്പോൾ ഞാൻ ബാഗിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാട്ടോ ചെയ്യണത്. ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും സെയിം ബാഗല്ല കൊണ്ടുപോകലുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ പ്രാവശ്യം വേറെ ബാഗ് എടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എല്ലാം വന്നപ്പോൾ തന്നെ ഞാൻ എടുത്ത് വെക്കലുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് പോളറോയിഡ്സ് സെറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു A5 സൈസിലുള്ള ഫ്രെയിം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ പോളറോയിഡ്സിൽ ചിലതൊക്കെ 2 സെറ്റ് ഒരാൾക്കുള്ളത്, സിംഗിൾ സെറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു ടീച്ചർ പോലെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെയും സെൽഫി എടുത്തിട്ട് അതിങ്ങനെ ഫോട്ടോ ആയിട്ട് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അവർക്കത് വേറെ കാർഡിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 2 ക്ലാസ്സിനും വേണ്ടിയിട്ട് 2 ഷീറ്റ് അങ്ങനെ പോളറോയിഡ്സ് ചെയ്യാനുണ്ടായിരുന്നു. ഞാനങ്ങനെ ആലോചിക്കുന്നു, ഞാൻ പഠിക്കണമെന്നൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഇപ്പം ക്ലാസ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ടീച്ചേഴ്സിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും ഒക്കെ ചെയ്യുമല്ലോ. പക്ഷേ നമുക്ക് തിരിച്ചങ്ങോട്ട് അങ്ങനെയൊന്നും കിട്ടലില്ലല്ലോ. പിന്നെ ഇത് പറഞ്ഞാൽ KG അല്ലെങ്കിൽ UP LP ആ ഒരു ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണ് അധികം കൊടുക്കൽ. പക്ഷേ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ആ പ്രായത്തിലും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യത്തേനേക്കാളും കുറച്ചും കൂടെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷന് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടും ആ ഒരു ബോണ്ട് നല്ലതായിട്ടുണ്ട്. അങ്ങനെ പോളറോയിഡ്സ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു റിംഗ് ആൽബം ചെയ്യാനുണ്ടായിരുന്നു. അതും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ എല്ലാം കട്ട് ചെയ്യണത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒരേ കാര്യമല്ലേ ചെയ്യണത്, കട്ട് ചെയ്യണതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഓരോ ഷോട്ട് മാത്രമേ കാണിക്കണുള്ളൂ. അങ്ങനെ റിംഗ് ആൽബത്തിനുള്ളതും കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കറക്റ്റ് അളവൊക്കെ നോക്കിയിട്ട് സെൻറ്ററിലായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഹോൾ ഇടുമ്പോഴും ശരിക്കും നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഞാൻ പറയും കാരണം മുന്നേ ഇങ്ങനെ ഞാൻ ഹോൾ ഇട്ട സമയത്ത് നോക്കാതെ ഫോട്ടോ അങ്ങനെ ശരിക്കും നോക്കാതെ സ്പീഡിൽ ചെയ്തപ്പം ഒന്ന് തല തിരിച്ച് ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മുകളിൽ ഇടേണ്ടത് താഴെയാണ് ഇട്ടത്. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ ഹോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റിങ്ങും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷീറ്റിൽ ഞാൻ ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ ഈ ടീച്ചേഴ്സ് കൊടുക്കുന്ന പോളറോയിഡ്സ് ഉണ്ടല്ലോ അതിൽ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ വേണമെന്ന് പറഞ്ഞിരുന്നു. അതും കൂടിയാണ് കേട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഫ്രെയിം സാധാരണ ചെയ്യുന്ന പോലെയല്ല, അതായത് ഒരൊറ്റ ഷീറ്റിലല്ല, ഓരോന്നിങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ ലേഔട്ട് ചെയ്യേണ്ടത്. ടോട്ടൽ 2 ഫോട്ടോ ആഡ് ചെയ്യാനുള്ളൂ. പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് 2 നോട്ട്സും വേണം. പിന്നെ എനിക്കിഷ്ടമുള്ള രീതിയിൽ കുറച്ച് സ്റ്റിക്കേഴ്സും അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തീമും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ചെറുതായിട്ടൊരു വിൻറ്റേജ് തീമിൽ ചെയ്യാന്നുള്ളത്. അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ ഫ്രെയിം ഞാൻ വാങ്ങിയിട്ടുള്ളത്. A5 സൈസാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ തന്നെ ഒരു മിനി ഫ്രെയിം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ ഒരു സൈസിലുള്ളത് ഇല്ലായിരുന്നു. ഇന്നലെ ഇപ്പം ഞാൻ പോയ സമയത്ത് ഈ ഒരു സൈസും കണ്ടപ്പോൾ പിന്നെ വേഗം വാങ്ങിയതാണ്. കാരണം ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു തീമും പിന്നെ ഈ ഒരു ഫ്രെയിമും നല്ല മാച്ച് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ അതാണ് വാങ്ങിയത്. ഇനി ഫ്രെയിമിൻ്റെ ബേസിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ബേജ് ഷെയ്ഡിലുള്ള ഒരു പാറ്റേൺ പേപ്പർ ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ബാക്കിൽ വെക്കുന്ന ആ ഒരു കട്ട് ബോർഡിൻ്റെ പീസ് ഉണ്ടല്ലോ അതിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്.
ഗ്ലാസ് വെച്ചിട്ട് അളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടെ സൈസ് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ഗ്ലാസ് ഈ ഒരു ബാക്ക് പോർഷൻ്റെ അത്രയും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ട് നോക്കിയാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആ ഒരു പീസിൽ സ്റ്റിക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ പിന്നെ ഞാൻ ഫോട്ടോസും എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സും ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് ലേഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിങ്ങനെ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു പ്രത്യേക പ്ലാനൊന്നും ഉണ്ടാവില്ല, ഈ ഒരു രീതിയിൽ ചെയ്യണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കോമൺ ആയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും ഇതൊക്കെ ഞാൻ A5 ഫ്രെയിമിന് ചെയ്യുമ്പം ആ ഒരു സൈസിൽ എങ്ങനെ പ്രിൻ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഇതിൽ കൊള്ളുന്ന സൈസിൽ കുറച്ച് സ്റ്റിക്കേഴ്സും ഇങ്ങനെയൊക്കെ എലമെൻറ്റ്സ് ഒക്കെ പ്രിൻ്റ് ചെയ്തിട്ട് പിന്നെ ഫോട്ടോ സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ റഫായിട്ട് വെച്ച് നോക്കും, ഏതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് രസം എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ പിന്നെ ഫൈനലായിട്ട് സ്റ്റിക്ക് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഞാൻ പാറ്റേൺ പേപ്പറിൽ ഫുള്ള് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ഫോട്ടോക്ക് വേണ്ടിയിട്ട്, പിന്നെ വിചാരിച്ച് ഫുള്ള് ഗ്ലൂ ആക്കാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫുള്ള് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഫ്രെയിമിൻ്റെ ഗ്ലാസ്സൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് അത് ഫ്രെയിമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രെയിമും സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം പെട്ടെന്ന് ഡെസ്കിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കട്ട് ചെയ്തതിൻ്റെ കുറേ ചെറിയ പീസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് താഴേക്ക് മാറ്റിയിട്ട് പിന്നെ ഇതൊക്കെ ഓരോന്നായിട്ട് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കിതിൽ ഫ്രെയിമും പിന്നെ റിംഗ് ആൽബവും ഇത് രണ്ടുമാണ് വീഡിയോ എടുക്കാനുള്ളത്. ബാക്കി പോളറോയിഡ്സൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ല. പിന്നെ ഇതിൽ 2 സെറ്റ് പോളറോയിഡ്സ് സെയിം അഡ്രസ്സിലേക്ക് തന്നെ ഉള്ളതാണ്. അപ്പോൾ അത് ബോക്സിൽ വെക്കണില്ല, കാര്യം അവർക്ക് ബോക്സ് വേണം നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ ഒരു റാപ്പിംഗ് ഷീറ്റ് യൂസ് ചെയ്താണ് ചെയ്തത്, പാക്ക് ചെയ്തത്. അപ്പോൾ ഇത് റാപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഇതിൽ ടേപ്പ് തീരാനായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫോണിൽ നോട്ട് ചെയ്ത് വെച്ചതാണ്. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ മറക്കണതുകൊണ്ട് എന്തെങ്കിലും ഇല്ലയെന്ന് കാണുമ്പോൾ ഞാൻ അപ്പം തന്നെ ഫോണിൽ എഴുതും, പിന്നെ പുറത്ത് പോകുമ്പോൾ വാങ്ങാൻ ചെയ്യൽ. അപ്പോൾ ഫസ്റ്റ് പോളറോയിഡ് പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തതും ആ ഒരു സ്റ്റിക്കേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ റാപ്പിംഗ് ഷീറ്റ് വെച്ച് റാപ്പ് ചെയ്തപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. എപ്പോഴും ബോക്സിലല്ലേ ചെയ്യൽ. അപ്പം ഈ ഒരു സൈസിൽ റാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബാക്കിയുള്ളതൊക്കെ ബോക്സിലും കൂടെ ആക്കിയിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 2 സെറ്റ് പോളറോയിഡ് ഒരാൾക്കുള്ളത് തന്നെയാണ്, ഒരു ബോക്സിൽ തന്നെയാണ്. അപ്പോൾ അതങ്ങനെ ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതും ആ ഒരു രീതിയിൽ തന്നെ ബോക്സിലേക്ക് ആക്കിയിട്ട് മുകളിലായിട്ട് ആ ഒരു പോളറോയിഡും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഫ്രെയിമും റിംഗ് ആൽബും കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ പ്രോപ്സും ഫ്ലവേഴ്സും ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഫ്രെയിമിന് ഞാൻ അങ്ങനെ അധികം പ്രോപ്സ് ഒന്നും യൂസ് ചെയ്യലില്ല. ഞാനിപ്പോൾ വെറും ഫർ ക്ലോത്ത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ കൂടുതലൊന്നും എടുക്കാനുള്ളൊരു മൂഡ് എനിക്കപ്പോൾ ഇല്ലേനു. അപ്പോൾ പിന്നെ അത് മാത്രം യൂസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം പാക്ക് ചെയ്യാണ് ചെയ്യണത്. പോളറോയിഡ്സൊക്കെ സാധാരണ ചെയ്യണ പോലെ ബബിൾ റാപ്പറും പിന്നെ ആ ഒരു കാർഡ്ബോർഡ് ഷീറ്റും യൂസ് ചെയ്തിട്ടും ഫ്രെയിം ആദ്യം ഒന്ന് റാപ്പ് ചെയ്തിട്ട് പിന്നെ തെർമാക്കോളും ബബിൾ റാപ്പറും പിന്നെ ആ ഒരു ബ്രൗൺ ഷീറ്റും അങ്ങനെയാണ് കേട്ടോ ചെയ്യണേ. അങ്ങനെ ആദ്യം പോളറോയിഡ്സും റിംഗ് ആൽബും ഫുള്ള് പാക്ക് ചെയ്ത് കംപ്ലീറ്റ് അഡ്രസ്സൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്രെയിം പാക്ക് ചെയ്യാനായിട്ടിരുന്നു. അപ്പോൾ ഈ ഒരു ഷീറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ആദ്യം റാപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ബൊക്കെ ഷീറ്റാണ് കേട്ടോ. നമ്മൾ ബൊക്കെയൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യൂലേ, ആ ഒരു ടൈപ്പ് ഷീറ്റാണ്, പേപ്പറല്ല. അപ്പോൾ അതിന് സാധാരണ റാപ്പിംഗ് ഷീറ്റിനേക്കാളും കുറച്ചും കൂടെ വീതി കുറവായിരിക്കും, അത്ര ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അത് വാങ്ങിയിട്ട് അന്നൊരു മിനി ഫ്രെയിം പാക്ക് ചെയ്തു. പിന്നെ ഇന്നിപ്പം ഈ പോളറോയിഡ്സ് 2 സെറ്റ് പാക്ക് ചെയ്തു. എന്നിട്ടും എനിക്ക് ഈ ഒരു A5 ഫ്രെയിമിനുള്ളതും ഇനി കുറച്ചും കൂടെ ഉണ്ടായില്ല, ബാക്കി അത്രയും പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അത് റാപ്പ് ചെയ്യണതിൻ്റെ ഇടയിൽ പിന്നെ ആ ഒരു ടേപ്പ് തീർന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ വലിയ സൈസിലുള്ള ടേപ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ ചെറിയ പീസ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അങ്ങനെ റാപ്പ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും ഒന്ന് പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഇതിലും കൂടെ അഡ്രസ്സ് എഴുതണം.
ഇനിയിപ്പോൾ ഇതൊക്കെ കൊറിയർ ചെയ്യാൻ വേണ്ടി പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് ഫുള്ള് സെറ്റാക്കിയിട്ടാണ് കേട്ടോ പോണത്. കാരണം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതൊന്നും ചെയ്യാൻ കഴിയൂല, നോമ്പൊക്കെ അല്ലേ. അപ്പോൾ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ആദ്യം ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ നിലത്താകെ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള പീസും മക്കളും എല്ലാം ഉണ്ടേനും. അപ്പോൾ അതും എല്ലാം അടിച്ചു വാരി ഫുള്ള് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി ഫ്രഷായി പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ബാഗിലാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇത് ഞാൻ പുതിയത് വാങ്ങിയതാണ്. ഈ ഒരു ബാഗ് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ, കുറേ സാധനങ്ങൾ കൊള്ളും. അപ്പോൾ ഞാൻ ഇന്ന് കൊറിയർ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇതിലിട്ടിട്ട് തന്നെ കൊണ്ടുപോകണേ. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കവറിലിട്ട് തൂക്കി പിടിച്ച് പോകേണ്ടി വരും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം നേരെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ പോസ്റ്റ് ചെയ്യണം. പോളറോയിഡ്സും പിന്നെ റിംഗ് ആൽബമൊക്കെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇന്ത്യ പോസ്റ്റിൽ നിന്ന് തന്നെ പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ DTDCയിൽ പോയിട്ട് ഫ്രെയിമും വേറെ ഒരു സെറ്റ് പോളറോയിഡും കൂടെ അയക്കാണ്ട്. അപ്പോൾ അത് രണ്ടും അവിടെ നിന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ഓട്ടോ പിടിച്ച് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഓട്ടോയിൽ തന്നെയാണ് പിന്നെ DTDCക്കും പോയത്. ഈ രണ്ടും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇന്ത്യ പോസ്റ്റും DTDCയും രണ്ടും രണ്ട് സ്ഥലത്താണ്. അങ്ങനെ അവിടുന്ന് പിന്നെ ആ ഒരു ഫ്രെയിമും പോളറോയിഡും കൂടെ കൊറിയർ ചെയ്തു. എത്രയും ചാർജ് ആയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫ്രെയിമിന് 60ഉം പോളറോയിഡ്സിൻ്റെ സെറ്റിന് 50ഉം ആണ് കേട്ടോ ആയത്. കേരളത്തിനുള്ളിലേക്ക് തന്നെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര, അല്ലെങ്കിൽ നല്ലോണം കൂടും. അവിടുന്ന് പിന്നെ ഞാൻ നേരെ ബഡ്ജറ്റിക്കാണ് കേട്ടോ പോയത്. എനിക്ക് കുറച്ച് ഗ്രോസറി സാധനങ്ങളും അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനായിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല കേട്ടോ. സ്നാക്സ് ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ സമൂസ ഷീറ്റും പിന്നെ ഈ ബ്രെഡ് ക്രംസും അതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ വാങ്ങാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഈ കൊറിയൻ ടൈപ്പ് ന്യൂഡിൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. കൊറിയൻ സ്പൈസി, പിന്നെ വേറെ കിംച്ചി ഫ്ലേവറും അതൊക്കെ. അപ്പോൾ എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ, ട്രൈ ചെയ്ത് നോക്കാൻ. പക്ഷെ ഇപ്പോൾ നോമ്പായതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ നോമ്പ് കഴിഞ്ഞിട്ടൊന്ന് വാങ്ങി നോക്കാമെന്ന് കരുതി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് എനിക്ക് ഞാൻ വന്നപ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതിന്. പിന്നെ അത് എല്ലാം യൂസ് ചെയ്യുമോ എന്നുള്ളതും ഡൗട്ടായതുകൊണ്ട് ഞാൻ അതവിടെ വെച്ചിട്ട് സമൂസ ഷീറ്റ് തന്നെ വാങ്ങി. ചെറുതാണ് കേട്ടോ വാങ്ങിയത്, മിനി സൈസിലുള്ളത്. പിന്നെ എല്ലാം ബില്ല് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവുക ചെയ്തേ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ആദ്യം തന്നെ ഞാൻ ബാഗിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ കൊറിയർ ചെയ്ത സ്ലിപ്പും പിന്നെ ബില്ലും ഒക്കെ. ഇനിയിപ്പം എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു മിനി ഗ്രോസറി ഹോള് പോലെ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പോയി ഫ്രഷായി പ്രയറും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ കസ്റ്റാർഡ് വെച്ചിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അത് നേരത്തെ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ആ ഒരു സമയമാകുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഞാൻ കുറച്ച് തണുത്ത പാലിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം.
എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പാല് തിളപ്പിക്കാൻ വെച്ചിരുന്നു. അതിക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഈ കസ്റ്റാർഡ് മിക്സും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ കൂട്ടി വെക്കരുത്, തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒന്ന് കട്ടിയാവുന്ന വരെ മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാറിയിട്ട് തണുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇവിടെയുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ആപ്പിളും പഴവും പിന്നെ ഉറുമാമ്പഴവും അത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ഈത്തപ്പഴം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സ് തണുത്തതിൻ്റെ ശേഷം ചൂടറിയതിൻ്റെ ശേഷം അതിക്കിട്ടിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാണ്. പിന്നെ അത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇത് നല്ലോണം തണുത്ത് കഴിഞ്ഞാലാണ് ശരിക്കും കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഐസ്ക്രീമൊക്കെ ടോപ്പ് ചെയ്തിട്ടും കഴിക്കാം. അങ്ങനെ അത് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ സ്നാക്സ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും കൂടി ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഒരു റോളാണ് ചെയ്യണത്. അപ്പോൾ അതിനാദ്യം കുറച്ച് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് പാപ്രിക്ക പൗഡറും ഗാർലിക് പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഈ പാപ്രിക്ക പൗഡറിന് പകരം മുളക് പൊടി യൂസ് ചെയ്യാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതും മിക്സ് ചെയ്താൽ മതി. ഇനി ഒരു പാനിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് അതിലിട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാണ്. ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ തീ കൂട്ടി വെച്ചിട്ടൊന്ന് ഇതേപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ട് തന്നെ അധികം സമയമൊന്നും വേണ്ടി വന്നിട്ടില്ല. ഇനി ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനതൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കും പിന്നെ ഒരു ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ആവശ്യാനുസരണം ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് കൂടുതലും ഇഷ്ടമല്ലാത്തത് കുറച്ചും അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു 2 മിനിറ്റ് അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ അതൊന്ന് ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പുമാണ് ചേർക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് കുക്കുംബറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മളങ്ങനെ വാട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതും കുറച്ച് നാരങ്ങാ നീരും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ റോൾ ചെയ്തെടുക്കാനേ ഉള്ളൂ. ഇപ്പോൾ ഞാനിത് കുബൂസിലാണ് കേട്ടോ റോൾ ചെയ്യണത്. ഞാൻ നേരത്തെ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വീറ്റ് വെച്ചിട്ട് ചെയ്യണോണ്ടാണ് കേട്ടോ ഈ ഒരു ബ്രൗൺ കളർ കുബൂസ്. ഇതല്ലാതെ നമ്മളെ സാധാരണ ഷവർമയിലൊക്കെ കിട്ടുന്ന വൈറ്റ് കുബൂസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ചും കൂടെ മയോണൈസും കെച്ചപ്പൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് ഒന്ന് ആവശ്യമുള്ളത് ആഡ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക ചെയ്യണത്. അങ്ങനെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്തിട്ടുണ്ട്. അത്രയും റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം 5:30 അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. ഈ ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് തന്നെയാണ് കേട്ടോ വായിക്കുന്നത്. ഇതിപ്പോഴും തീർന്നിട്ടില്ല. സാധാരണ ഈ നോവൽ സ്റ്റോറി പോലെയല്ലല്ലോ, ഈ ടൈപ്പ് ബുക്സൊക്കെ വായിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും.
അങ്ങനെ അതുകൊണ്ട് ഞാൻ മുകളിൽ ഓപ്പൺ ടെറസിൽ പോയിരുന്നിട്ടാണ് കേട്ടോ വായിക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കാൻ. ഈ ഒരു സമയം കൂടെ ആകുമ്പോൾ നല്ല കാറ്റും എല്ലാം ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിലപ്പം ബുക്ക് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ചായ കുടിക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരലുണ്ട്. അങ്ങനെ അവിടെ ഒരു ചെയർ ഇട്ടിരുന്നിട്ട് കുറച്ച് നേരം ഞാൻ അതൊക്കെ വായിക്കുകയാണ്. അറ്റോമിക് ഹാബിറ്റ്സിൻ്റെ റിവ്യൂ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ റിവ്യൂ പറയുകയാണെങ്കിൽ എനിക്കൊന്നും കൂടെ അതൊന്ന് നോക്കിയിട്ട് അതിൻ്റെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് വേണം പറയാൻ. അപ്പോൾ അതും കൂടെ ഒന്ന് ആക്കിയിട്ട് പറയാമെന്ന് കരുതി. പിന്നെ ഞാൻ ബാങ്ക് എടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ എല്ലാം ജ്യൂസും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് മിൻറ്റ് ലൈമാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഫോട്ടോയിൽ നല്ല കളർഫുൾ ആയിക്കോട്ടെ, കാണാനും നല്ല ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റോളിന് മുകളിൽ ഇങ്ങനെ കെച്ചപ്പ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് വേറെ എന്തൊരു ഡിസൈനാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത്. പക്ഷെ അത് ആകെ പാളിപ്പോയി. പിന്നെ ലാസ്റ്റ് എന്തൊക്കെയോ കാട്ടി അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം നോമ്പൊക്കെ തുറന്നു. ഈ ഒരു റോള് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഷവർമ്മൻ്റെയോ സാൻഡ്വിച്ചിൻ്റെയോ എന്തിൻ്റെയൊക്കെ ഒരു മിക്സഡ് ടേസ്റ്റാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രയറും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള ബുക്ക് ഉണ്ടല്ലോ, അതപ്പം അങ്ങനെ മേശമ്മൽ വെച്ച് പോയതേനു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ നേരത്തെ ഫ്രെയിമിന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും ഉണ്ടായിരുന്നു. അതും ഒക്കെ ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഇതിപ്പം വലിയ ഷീറ്റല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊരു ബോക്സിലാക്കി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും കട്ട് ചെയ്യുന്നില്ല. കാരണം ഇങ്ങനെ ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ അവിടെ കടന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ തന്നെ അടിച്ചു വരുമ്പം അതിലൊക്കെ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ബോക്സിലാക്കി വെക്കുന്നത്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.